സോ ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ലാസ്റ്റ് ആൻഡ് ഗെയിമിംഗ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാരണം എന്ന് വെച്ചാൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് വീഡിയോ ഇടുന്നത്. സോ ഇതാണ് എൻ്റെ പുതിയ മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസ് ആണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ നമുക്ക് വേഗം പറഞ്ഞു വയ്ക്കാണ്ട് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമുക്ക് കിട്ടിയ സ്പോൺ. അപ്പോൾ ഇവിടെയെങ്കിലും മരമൊന്നും കാണുന്നില്ല. നമുക്ക് അപ്പുറത്ത് അതിലോട്ടും വല്ല പോയി അവിടെ വല്ല മരം ഉണ്ടെങ്കിൽ അതുപോലെ വെട്ടാനേ പറ്റൂ. സോ ഞാൻ എന്തെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമ്മുടെ സ്പോൺ ഒരു മലയുടെ പോലത്തെ ഒരു പൊക്കത്ത് നിൽക്കുന്ന ഒരു ഏരിയയിലാണ്. നമുക്ക് അപ്പുറത്ത് അതിലോട്ട് പോയി വല്ല മരം ഉണ്ടോ നോക്കാം. അതും കൂടാണ്ട് പിന്നെ ഇത്തിരി കൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമേ നമുക്ക് വീടൊക്കെ പണിയാൻ നല്ലതായിരിക്കുള്ളൂ. അല്ലെങ്കിൽ അവിടെ ഒരു വില്ലേജ് കിടക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ആ വില്ലേജിൽ കയറി ലൂട്ട് എന്തെങ്കിലും കിട്ടും നോക്കാം. അപ്പോൾ ഈ വില്ലേജ് ഇട്ടതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കൂടി തന്നെയാണ്. നമുക്ക് അയൺ ഫാമും ട്രേഡിംഗ് ഹാളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഒരു സീഡ് അത്യാവശ്യം കൊള്ളാം കേട്ടോ. നൈസ് സീഡ്. ഇവിടെ കുറേ എല്ലാവരും വരെ അങ്ങോട്ട് പോകുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ നിന്നും ഇത്തിരി നീങ്ങിയിട്ട് വേണം നമുക്ക് ബേസ് സെറ്റ് ചെയ്യാൻ. സോ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടുന്ന് ബെഡിൽ റീസ്പോൺ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഓക്കെ, സോ റീസ്പോൺ സെറ്റ് ചെയ്തൊക്കെ അപ്പോൾ നമ്മൾ മറ്റേ അവിടെ പോയി സ്പോൺ ആവില്ല. പിന്നെ നമുക്കിനി അപ്പുറത്തോട്ട് വല്ല ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ വല്ല ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ബേസ് സെറ്റ് ചെയ്യാനുള്ള സ്ഥലമൊക്കെ നോക്കി വെക്കാം. സോ എന്തോ ഒരു ശബ്ദം, വല്ല സോംബി ക്രീപ്പർ ഇമാരൊക്കെ ശബ്ദം കേട്ടാണ് ബേസ് ചെയ്യാൻ. സോ അവിടെ കുറച്ച് മരം കിടപ്പുണ്ട്, അതൊക്കെ നമുക്ക് വെട്ടാം. അതിന് മുമ്പ് ഞാൻ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയ ഒന്ന് നോക്കട്ടെ, ഇവിടെ എങ്ങനെയാണ് വീടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു മരം വെട്ടിയിട്ട് നമുക്ക് ബേസിക് ആയിട്ടുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ അവിടെ ഒരു മരം നമുക്ക് ഓക്ക് വെട്ടാം ഗൈസ്. സോ ഗൈസ്, നമുക്ക് ആവശ്യമുള്ള മരം ഇട്ടിട്ടുണ്ട്. നമുക്കിനി പോയിട്ട് ഇവിടെ വല്ല ലൂട്ടടിക്കാൻ എന്തെങ്കിലും അതടിക്കാം. ലൂട്ടടിക്കുക. അപ്പോൾ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഞാൻ ഈ ഒരു വെള്ളിൽ ഷെയ്ഡർ ഇടണോ ഗൈസ്? കാരണം വാനിലെ തന്നെ കളിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ആക്ച്വലി ആരുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കളിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഷെയ്ഡർ വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഷെയ്ഡർ ഇടാം. ഈ കുറച്ച് ഹെവിയർ എടുക്കാൻ. ഷെയ്ഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ PC-യിൽ കളിക്കുന്ന കോംപ്ലിമെൻ്ററി ഇല്ല, അതുപോലെ ഇരിക്കുക ഏകദേശം. അല്ലാണ്ട് ഈ മറ്റേ ഫോണിൽ കിട്ടുന്ന ഇത്തിരി പൊട്ടയായിട്ടുള്ള ഷെയ്ഡർ എന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എൻ്റെ ഒരു ഡിവൈസിൽ റണ്ണാവുന്ന ഷെയ്ഡറാണ് ഗൈസ്. സോ ഒന്നാമത്തെ കാര്യം, എൻ്റെ ഈ വർഷം പാച്ച് ആയതുകൊണ്ട് ഈ ഷെയ്ഡേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്കാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഡറിട്ട് ഈ ഗെയിം പ്ലേ കാണാൻ ആളുകൾക്ക് ഷെയ്ഡർ വേണമെങ്കിൽ അതും പറയാം. അല്ലെങ്കിൽ ഞാൻ ഈ വാനിലതിന് കളിക്കാം. ഇവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടും നോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടാണ്ടിരിക്കില്ല, അറ്റ്ലീസ്റ്റ് അയണെങ്കിലും കിട്ടും. ഇവിടെ അണ്ണാച്ചി നിൽക്കുന്നുണ്ട്, ഐ പാച്ച് വെച്ചുള്ള വില്ലേജ്. ഇവിടെ എന്തുള്ള ഓക്കെ. ഇവിടെ അയണുണ്ട്, ഒരു അയൺ പാൻറ്റും ബൂട്ട്സും ഉണ്ട് ഗൈസ്. അയൺ ലെഗിൻസും ബൂട്ട്സും സോഡും ബ്രെഡ് എടുത്തേക്കാം. കാരണം ഇപ്പം തന്നെ വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ഇതെന്തോ. സോ ഇനി നേരെ പുറത്തേക്ക്. ഓക്കെ ഗൈസ്, ഇനി ഇവിടെ വേറെ ബ്ലാക്ക് സ്മിത്തുണ്ടോ എൻ്റെ അറിവിൽ? എനിക്കറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. ഈ ഒരു സീഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സീഡാണ് കേട്ടോ നമുക്ക് വിചാരിക്കുന്നത്. പിന്നെ ഒരു ബ്ലാക്ക് സ്മിത്തുണ്ട് ഇവിടെ, എനിക്ക് തോന്നി അത്. ഓക്കെ, അതിൻ്റെ അകത്ത് എന്തെങ്കിലും നോക്കാം. ഇവിടെ ഇത് എനിക്ക് തോന്നുന്ന ഒരു സ്പീഡ് റണ്ണൊക്കെ ചെയ്യാൻ അത്യാവശ്യം നല്ല സീഡാണ് കേട്ടോ ഗൈസ്. ഇത് നമുക്ക് ഒബ്സീഡിനെ കിട്ടിയിട്ടുണ്ട്. അതും കൂടാണ്ട് നമുക്ക് ഗോൾഡൊക്കെ ഉണ്ട്. ഗോൾഡ് എനിക്കിപ്പോൾ വേണ്ട. സോ ഇനി നമുക്ക് അയൺ ലെഗിൻസും കാര്യങ്ങളൊക്കെ ഇടാം. ഇപ്പോൾ സെറ്റായി. ഇനി നമുക്ക് സാധനങ്ങളൊക്കെ പതുക്കെ ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങാം. നമുക്ക് അവിടെ ഒരു അയൺ ഗോളൻ മച്ചാൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ മച്ചാനെ നമുക്ക് കൊല്ലണം. സോ അവൻ്റെ നിന്നും കുറച്ച് അയൺ കിട്ടും. അങ്ങനെ അതും അത്രയും കൂടെ ആണാമെന്ന് മിക്കവാറും ഫുൾ അയൺ ആർമർ ഈ വീഡിയോ തന്നെ മിക്കവാറും ഞാൻ സെറ്റ് ചെയ്യും ഗൈസ്. സോ ഇവിടെ എവിടെയെങ്കിലും അയൺ ഗോൾ ഉണ്ടോ? അയൺ ഗോൾ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. അവനാണെങ്കിൽ ഇപ്പം കൂടെ തട്ടിയിട്ട് നൈസിന് വെള്ളമായത്. നൈറ്റൊന്നും അവറായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ അയൺ ഗോളും മച്ചാനെ എന്നോട് പോയി കാണുന്നില്ല. യോ ബ്രോ, ഇവിടെ മുല്ലല്ലേ ഇല്ല. ഇവിടെ നമുക്ക് ഇപ്പോൾ തലക്കാലത്തേക്ക് ഒരു ദിവസം നൈറ്റ് സർവൈവ് ചെയ്യാനായിട്ടൊരു വില്ലേജിൻ്റെ ഹൗസ് എടുക്കാം. സോ അതാണ് ഞാനിപ്പോൾ നോക്കിയത്. അതിനകത്ത് എനിക്കറിയാം, വെറുതെ നല്ലൊരു രസത്തിന്. സോ അതാണ് ഉണ്ടായിരിക്കുന്നത്. മജാനെ അയ്യോ, ഇവനെ കൊല്ലാനായിട്ട് നമ്മളൊരു സ്ഥലം നോക്കുമ്പോൾ ഇവൻ മേളിലോട്ട് കയറി വരാണ്ടിരിക്കാനുള്ള മാക്സിമം അങ്ങനത്തെ സ്ഥലങ്ങൾ നോക്കിയാണ് എടുക്കാൻ. ഞാൻ സാധാരണ ആൾക്കാർ തല്ലിയിട്ടാണ് ഇവനെ കൊല്ലുന്നതെങ്കിലും പക്ഷേ എനിക്കത് അത്ര ധൈര്യമില്ല ഗൈസ്. എൻ്റെ ആരുണ്ട് ലക്കില്ല, ഇവനെ ഇവിടെ നിന്ന് റീച്ച് ആവില്ല. നടക്കുന്നവനെ കൊല്ലാനാണ് പാട്. പക്ഷേ മറ്റേത് എളുപ്പമാണ്. പക്ഷേ എളുപ്പമാണെങ്കിലും അതും കുറേ നമുക്കെന്താ പറയുക,
പക്ഷെ അവൻ നമ്മളെ കൊല്ലും ഗൈസ്. എനിക്ക് എല്ലാം ഉറപ്പില്ല. ഇവിടെ നിന്ന് അടിച്ചാൽ കിട്ടുമോടാ അവനെ. വേണ്ട, റിസ്ക് എടുക്കുന്നില്ല. ഇച്ചിരി നീങ്ങിയിട്ട് എടുക്കും. എന്തെങ്കിലുമൊക്കെ പണി അവനാ മറ്റേ പോക്കി കൂടി കയറി ഞാനവിടെ അറിയാണ്ട് ഹേബിൽ ഒരെണ്ണം വെച്ചത്. സോ ഇവിടെ ഇവനെങ്ങനെ കൊല്ലും ഇപ്പം ഞാൻ? ഇവനൊരു സ്ഥലം കാണുന്നില്ല ഗൈസ്. പറ്റിയ സ്ഥലം കാണുന്നില്ല. നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വല്ലതും നോക്കാം. ചമ്മ ക്ലിക്കാവുന്നില്ല. ഇവനിവിടെ ശല്യം. ഒന്നാമത്തെ കാര്യം ഇങ്ങനെ കൊല്ലുന്ന എനിക്കറിയാൻ പോകും. മറ്റേ കൊല്ലാറില്ലാത്താണ് റീച്ച് ആവില്ല. അല്ലെങ്കിൽ നമ്മൾ വെച്ച് കഴിയുമ്പോൾ പോവും, അല്ലെങ്കിൽ സ്ഥലവും കറക്റ്റ് ആവില്ല. ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇതിനകത്ത് നൈസർ തള്ളി ഇടണം. അത് താഴത്തേക്ക് കൊണ്ടിട്ടുണ്ട്. ഡാമേജ് ഒന്നും അടിച്ചില്ലല്ലേ? അതിൻ്റെ പേരിൽ തല്ലോ ഇല്ലല്ല. ഇനി ഇവിടെ പറ്റും തോന്നുന്നു, എനിക്കറിയില്ല. ഇതിലൂടെ നീങ്ങിയിട്ട് തല്ലണോ? തല്ലി നോക്കോ? വേണ്ട വേണ്ട വേണ്ട. ഇത്തിരി ഡെർട്ടും കൂടി ഇവിടുന്നൊക്കെ ഇത്തിരി മാറ്റിക്കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് കയറി വന്ന് പിന്നെ തല്ലൊന്നും പെട്ടെന്നൊന്നും പിന്നെ റീച്ച് ആവില്ല. 5 ബ്ലോക്ക് ചെയ്യണം, 4 ബ്ലോക്ക് കൂടുതൽ ചെയ്യണം, പിന്നെ റീച്ച് ആവില്ല. സോ 8 ബ്ലോക്ക് ഇടുന്നുണ്ട് ഒരു ആവശ്യത്തിനാണ്. ഇവിടെ നിന്ന് ഇത്തിരി സ്ഥലമൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞാൻ. ഒരു വില്ലേജർ മാമാൻ പോകുന്നു. അവനെയൊക്കെ ട്രൈഡ് ചെയ്ത് അവനൊക്കെ ഇപ്പം തന്നെ എനിക്ക് എഫിഷ്യൻസി വിക്കാക്സിൻ്റെ ബുക്ക് വരും, എഫിഷ്യൻസി 5ൻ്റെ. സോ ഇവനെങ്ങനെ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കൊല്ലും? ഇവനെ ഇപ്പം തട്ടണമെങ്കിൽ നാളെ തട്ടണം. എനിക്ക് ഇവിടെ നിന്ന് ഇത്തിരി നോക്കാൻ റീച്ചാവും. എനിക്ക് മറ്റേ രീതിയിൽ കൊല്ലെങ്കിൽ പേടിയാണ് ഗൈസ്. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഡേ തന്നെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ചത്തെന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഇതിനും കഴിയട്ടെ, എന്നങ്ങനെ പതുക്കെ തട്ടാം. അല്ലെങ്കിൽ എനിക്ക് ഫുൾ ആണാർമ സെറ്റ് ചെയ്യാനായിട്ട് ഇതിനെന്ത് കാണിക്കുന്ന വില്ലേജുണ്ട്. അടുത്ത് പോയിട്ട് ചാടുന്നു. ഗോളം ആണ് ഇത്തിരി സ്ട്രോങ് ആയി. നൈറ്റ് ആവാതെ. എന്നാൽ നമുക്ക് നാളെ കൊല്ലാവനെ ആയിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അണ്ണൻ മിക്കവാറും ഫസ്റ്റ് ഡേ തന്നെ എനിക്ക് ചാവാൻ താല്പര്യമില്ല ഗൈസ്. സോ ഓക്കെ, നമുക്ക് ഇവിടെ സെറ്റ് ആവാം. ഇവിടെ നമുക്ക് ഞാൻ റീസ്പോണ്ട് സെറ്റ് ചെയ്ത് അതേ വീടിനെ ഓക്കെ 100 റീസ്പോണ്ട് സെറ്റ് ചെയ്യുക. എന്നാലും ഇത് പൊട്ടിച്ചാലും നമുക്ക് വേണ്ട സാധനങ്ങളെ ക്രാഫ്റ്റ് ചെയ്ത് ഇവിടെ വെക്കാം ഗൈസ്. ഫസ്റ്റ് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം. അത് മസ്റ്റ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ് ആ സാധനം. എൻ്റെ കയ്യിൽ ടൂളൊന്നും ഉണ്ടാക്കാൻ മരമില്ല ഗൈസ്. ആർമറും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം നമുക്ക്. ഒരു ഹെൽമെറ്റ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള കൂടിയുള്ളൂ എൻ്റെ കയ്യിൽ. ചെസ്റ്റ് പ്ലേറ്റ് ക്രാഫ്റ്റ് ചെയ്യാനില്ല. ഇനിയും വേണം ഒരു 3 കൂടി. അത് മിക്കവാറും നമുക്ക് അയൺകുളത്തിൻ്റെ നിന്ന് കിട്ടുമായിരിക്കും. അയൺകുളത്തിന് മാക്സിമം ഒരു 5 എണ്ണമെങ്കിലും കിട്ടാണ്ടിരിക്കില്ല. കുറഞ്ഞ ഒരു 3 നമുക്കിപ്പോൾ വീറ്റ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. അത് തിന്നാൻ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ വിശപ്പിൻ്റെ അസുഖമുള്ള ആളാണ്, പെട്ടെന്ന് വിശന്നുകൊണ്ടിരിക്കും ഇങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ഫുഡിനുള്ളത് ഫുഡിനുള്ളതായിട്ടുണ്ട് ഗൈസ്. സോ ഇനി നമുക്ക് ഈ ഒരു നൈറ്റ് സ്കിപ്പ് ചെയ്യണം ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്യാൻ മരമില്ല ഗൈസ്. കുഴപ്പമില്ല, നമ്മളിൽ പ്ലാൻ കുറച്ചും കൂടി എടുക്കും. ഷീൽഡ് ക്രാഫ്റ്റ് ചെയ്താൽ ഇല്ലെങ്കിൽ ക്രീപ്പറെണ്ണം വന്ന് ഫ്രണ്ടിൽ നിൽക്കും, ഡുക്ടപ്പോൾ അവിടെ കിടക്കും. പിന്നെ ഷീൽഡ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാവും. ഓക്കെ, നമുക്ക് ഷീൽഡ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നമ്മുടെ എനിക്ക് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് എന്നാലും പോലെ. സോ നമുക്ക് ഇത്തിരി കൂടി അടിപൊളിയായിട്ട് വെക്കാം നമ്മുടെ ഈ ഒരു ഇൻവെൻട്രി. ഓക്കെ, ഇങ്ങനെ വേണ്ടി എനിക്ക് എന്താണ് ഇങ്ങനെ ഇരിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ ആർമർ അല്ല ടൂൾസ്, ഫുഡ്, അങ്ങനത്തെ സാധനങ്ങൾ അതാണ് നൈറ്റ് പറയാം. ഞാൻ കിടക്കണം. അപ്പോൾ അയ്യോ എന്താണ് ഇത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഗൈസ്? കുറേ നേരം വെയിറ്റ് ചെയ്യണം ഗൈസ്. ചില സമയത്ത് കുഴപ്പമില്ല, ചില സമയത്ത് തുടങ്ങാൻ പറ്റും. നമ്മൾ ഷീൽഡൊന്ന് ടെസ്റ്റ് ചെയ്തൊക്കെ ഗൈസ് വർക്ക് ആവുന്നുണ്ടോ. സോ ഓക്കെ, നമുക്കിനി കിടക്കാം. ഇനി നൈറ്റ് ആയില്ലേ? എന്തോന്നുള്ളത് ഇനി സെറ്റല്ലേ? ഇനിയും പറ്റൂല. അതങ്ങനെ എടാ, ഇനിയെങ്കിലും ഇപ്പം നൈറ്റായി. ഈ ഒരു എന്തൊരു ഇപ്പം സെറ്റല്ലേ? അടിയില്ല. ഞാൻ അടുത്ത മോർണിംഗ്. ഓക്കെ, ഇന്ന് നോക്കാണ് കുളത്തിന് പോലെ ആക്സൊക്കെ ഉണ്ടാക്കാനുള്ള മരം ഞാൻ ഇത്തിരി കൂടി പോയി വെട്ടണം, അല്ലാണ്ട് വേറെ വഴിയില്ല. അല്ലെങ്കിൽ വിക്കാക്സ് എല്ലാം ക്രാഫ്റ്റ് ചെയ്ത് സ്റ്റോൺ ആയിട്ടുള്ള ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബാക്കിയായിരുന്നു നോക്കാം. അപ്പോൾ ആദ്യത്തെ പണി ഈ ഒരു മച്ചാനെ കൊല്ലണം. ഇവനെ കൊല്ലാനായിട്ട് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് എല്ലാവരും യൂസ് ചെയ്യുന്ന ട്രിക്ക് തന്നെയാണ്, തല്ലിയിട്ട് ഓടാം. ഓക്കെ, ഇവനെ ആദ്യം ഞാൻ ഒന്നും കൂടി നോക്കട്ടെ. എനിക്ക് ഒരു ചെറിയ പേര്, എനിക്കിത് ഭയങ്കര പേടിയാണ്. നടന്ന് അങ്ങോട്ട് ഇവിടെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പോകും. സ്ഥലത്ത് നിൽക്കൂലേ മാറ്റാം. ഞാനൊന്ന് തല്ലിയിട്ട് ഓടിയിട്ട് നമുക്ക് സീനാക്കാം. ഓക്കെ, കിട്ടിയില്ലേ? ഇപ്പോൾ വെള്ളത്തിൽ പോയിനെ തല്ലിയിട്ട് ഓടിക്കോ സീരിയസ് ആയിട്ട് ഓടിക്കോ. നമുക്ക് ആ ബീച്ചിൻ്റെ അങ്ങ് ആ ഒരു മണലിൻ്റെ അങ്ങോട്ട് ഈ ഒരു അറ്റത്ത് കൊണ്ടുപോയിട്ട് ഇവനെ തട്ടാം. അതായത് എളുപ്പം. കാരണം ഇവൻ ഇവിടെ നിന്നാണെങ്കിൽ അവന് പെട്ടെന്നൊന്നും അങ്ങനെ വരാൻ പറ്റില്ല. വേഗം കയറ ഈ വെറുതെ ആയിപ്പോയി. ഞാൻ പെട്ടെന്ന് വരുന്നുണ്ട്. എന്താണ് ഇവൻ ഇങ്ങനെ വരുന്നത്? എൻ്റെ പൊന്നു.
ചാവും. അത് നോക്കണം. അങ്ങനെ വാള് കയ്യിലോട്ട് എടുക്കടാ, വാള് കയ്യിലോട്ട് എടുക്കണം. ഇവിടെ നിന്ന് നീച്ചാല അപ്പോൾ നമുക്ക് ഒരു ബ്ലോക്ക് മുമ്പ് പൊട്ടിക്കാം. അയ്യോ ചാവടാ നോക്കണം. ചാവാറായിട്ടുണ്ട് ഏകദേശം. ഒരു വെട്ടും കൂടി. ഓക്കെ, ഒരു വെട്ടും കൂടി. ആ ഇത് പെട്ടെന്ന് എത്തട്ടോ. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലാൻ നോക്കിയിട്ട് ഏകദേശം പിക്കാക്സ് വെച്ചാൽ കൊന്നിട്ടുണ്ട് ഒരു പ്രാവശ്യം. ഇതൊക്കെ ഒരു കാലം. സോ നമുക്കിനി അതിൻ്റെ സാധനങ്ങളാക്കാമല്ലോ. നമുക്കിനി ഫുൾ ആണാക്കാമല്ലോ. ഓക്കെ, അവിടെ ക്രാഫ്റ്റിൻ്റെ ടേബിൾ എടുക്കുക, ഇവിടെ വെക്കുക, സാധനം എടുക്കുക, ക്രാഫ്റ്റ് ചെയ്യുക, വെക്കുക. ആ ഫുൾ ആണാറുടെ ഫസ്റ്റ് ഡേ തന്നെ ഫുൾ ആണാറും. ലൈക്ക് സ്പീഡ് റൺ ചെയ്ത പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ സ്പീഡ് റൺ ഒന്നുമല്ല, ഏതാണ്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഫുൾ ആണാറിൻ്റെ സ്പീഡ് റൺ എന്ന് പറഞ്ഞിട്ട് 10 മിനിറ്റ്. സ്പീഡ് റൺ ഞാൻ ചെയ്തല്ല, സ്പീഡ് റണ്ണും ആയിട്ടില്ല. സ്പീഡ് റണ്ണൊക്കെ ഒരു 2 മിനിറ്റിനൊക്കെ ഉണ്ട് ചെയ്തത്. ചുമയൊക്കെ ഉണ്ട് എന്തായാലും വേണ്ടിയാണ്. ഓക്കെ, നമുക്കിനി മരം വെട്ടി നമ്മുടെ ബാക്കി ടൂൾസ് അങ്ങനെ സെറ്റ് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ ഏറ്റവും കൂടി ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് വെച്ച് പിക്കാക്സ് ആക്കിയിട്ട് അത് വെച്ച് നമുക്ക് സ്റ്റോൺ ടൂൾസ് ക്രാഫ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വേണം. ഈ ഒരു സ്റ്റോൺ ആക്സ് വുഡൻ ആക്സ് തന്നെ എടുത്ത് തന്നെ എല്ലാവരും വിചാരിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാഫ്റ്റിൻ്റെ ടൂൾ വെട്ടാനും കുറച്ചും കൂടി മരം വെട്ടാണ്ടി വരും. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഒരു കല്ലിൻ്റെ സ്ഥലം ഡീയൊക്കെ ഇട്ടിരുന്നു. ഞാൻ നൈസായിട്ട് പിക്കാക്സ് കല്ല് മൈൻ ചെയ്തെടുക്കുക. ഞാൻ ചോദിച്ച കാര്യം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. താഴെ ഞാൻ ഷെയ്ഡർ ഇടണോ വേണ്ടതെന്നൊക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ ഇതൊന്നും കാണിയില്ല. നിങ്ങൾ വേണമെങ്കിൽ പറയണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അപേക്ഷയാണ്. വേണമെങ്കിൽ പറ, അല്ലെങ്കിൽ ഈ വാനിലെ തന്നെയാണെങ്കിൽ നിങ്ങൾ അതും പറയണം. അല്ലെങ്കിൽ ഒരു വോട്ടിൻ്റെ പോൾ വല്ലതും ഇടാം. പോൾ ഇട്ടിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി പ്രോ ഷെയ്ഡർ ഇടണം, പ്രോ അല്ലെങ്കിൽ ഷെയ്ഡർ ഉണ്ടാവും. മിക്കവരും വിചാരിക്കുന്നത് പലപ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു പറ്റാണ്. നമ്മൾ ഷെയ്ഡർ ഇടാണ്ടിരിക്കാൻ നമുക്ക് തോന്നും ഷെയ്ഡർ ഇടണമെന്നായിരിക്കും. ഷെയ്ഡർ ഇട്ട് കളിച്ച് കഴിയുമ്പോൾ തോന്നും പിന്നെ വാനിൽ തന്നെ കളിക്കുന്നു. അത് നിങ്ങൾക്ക് തോന്നും. അതിപ്പോൾ നിങ്ങൾ എങ്ങനെ കളിച്ചാലും പി സിയിലായാലും നിങ്ങൾക്കിപ്പോൾ എങ്ങനെ കളിച്ചാലും നിങ്ങൾക്ക് അങ്ങനെ തോന്നും. ഷെയ്ഡർ ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വാനിൽ കളിക്കാനുള്ളൂ. അതങ്ങനെയാണ്. അപ്പോൾ പലവരും അതാണ്. ഞാനും പണ്ടൊക്കെ വിചാരിച്ചിട്ടുണ്ട്. കുറേ യൂട്യൂബേഴ്സൊക്കെ വാനിലെ തന്നെ കൂടുതലും കളിക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഷെയ്ഡർ ഇട്ട് കഴിയുമ്പോൾ മടുക്കും കഴിച്ചു നമുക്ക് പെട്ടെന്ന്. പിന്നെ ഫുഡൊന്നും നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ വെച്ച് മരം വെട്ടി ബേസ് സെറ്റാനുള്ള പണി നോക്കാം. എന്നിട്ട് ബേസ് സെറ്റുള്ള പണി നോക്കാൻ തന്നെ ഇന്നും ബേസ് സെറ്റില്ല, അടുത്ത എപ്പിസോഡിലായിരിക്കും മിക്കവാറും. കാരണം എന്നെ റെക്കോർഡ് ചെയ്യാനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഞാനൊന്ന് മര്യാദക്കൊന്ന് സോർട്ട് ചെയ്ത് നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് ഭയങ്കര ഇതാണ്. നമുക്ക് ഇത്തിരി കൂടി ഫ്ലാറ്റുള്ള ഏരിയയിലോ അല്ലെങ്കിൽ അടുത്ത ഐലൻഡിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസ് സെറ്റ് ചെയ്തത്. വില്ലേജിൽ നിന്ന് മാക്സിമം ദൂരെ ബേസ് സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വില്ലേജ് അടുത്തുണ്ടെങ്കിൽ നമുക്ക് ട്രേഡിംഗ് ഹാൾ നമ്മുടെ ഏരിയയിലോ അങ്ങനെയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ കൊണ്ട് ട്രേഡിംഗ് ഹാൾ ഒന്നും വർക്കാവില്ല വില്ലേജിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ. ഹാൻഡ് ഫാം ആയാലും ഒന്നും നമ്മുടെ രീതിക്ക് വർക്കാവില്ല. സോ ഞാൻ ഈ മരം ഒന്ന് തൊട്ടട്ടെ. പുറത്താണെങ്കിൽ മഴയും തുടങ്ങി. ഇന്ന് നല്ല മഴയുള്ള ദിവസം, നല്ല കോസി വൈബാണ്. ഇന്ന് നല്ല കോസി വൈബാണ്. തിരുടും വരാൻ പറ്റാ കേസ്. ഇവിടെ ഒരു പട്ടി കഴിയുന്നുണ്ട്. നമുക്ക് അതൊക്കെ ആവശ്യം വരും. നമുക്കൊരു സ്കെലിട്ടനെയൊക്കെ ഒന്ന് കുറച്ച് എല്ലൊക്കെ ഗ്രൈൻഡ് ചെയ്തിട്ട് അവനെ പട്ടീനെ നമുക്ക് ടൈം ചെയ്ത് നമുക്കൊരു പെറ്റാക്കണം കേസ്. വേറെ കുറേ സമയം എടുക്കും കേസ്. സോ ഗൈസ്, അപ്പോൾ ഇവിടെ നല്ല മഴയും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം നോക്കാം. അപ്പോൾ ഇവിടെ വല്ലയിടത്തായിരിക്കും ഞാൻ ബേസ് പണിയാൻ പോകുന്നത്. മിക്കവാറും ഇവിടെ ആയിരിക്കും ബേസ് പണിയാൻ പോകുന്നത്. അല്ലെങ്കിൽ അപ്പുറത്തുള്ള എല്ലാം അങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാൻ നല്ല മഴ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് ബേസ് ഒക്കെ സെറ്റ് ചെയ്യാനുള്ള പണിയൊക്കെ നോക്കാം. ബേസ് സെറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് മറക്കണ്ട. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റാ ബൈ. എല്ലാവരും പൊക്കോ.